ഇന്ത്യയിലുള്ള എല്ലാ വുമണും എസ്പെഷ്യലി ഹിന്ദു വുമൺ ഉറപ്പായിട്ടും ബില്ല് എഴുതണം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സുപ്രീം കോടതി പറഞ്ഞതാണ്. നിത മെഹ്റ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതിലൊരു റിട്ട് പെറ്റീഷൻ ആയിരുന്നു. അതിൽ സുപ്രീം കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, വി ഏർജ് എവറി വുമൺ ഇൻ ഇന്ത്യ എസ്പെഷ്യലി ഹിന്ദു വുമൺ ഷുഡ് മാൻഡേറ്റ്ലി റൈറ്റ് എ ബിൽ. നിങ്ങളുടെ ഏത് പ്രായമായാലും ബില്ല് എഴുതണമെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നറിയോ? കാരണം ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ലോ ഉണ്ട് ഫോർ എസ്പെഷ്യലി ടു ഗവേൺ ഫോർ എ ഹിന്ദുസ്. ഹിന്ദു സക്സഷൻ ആക്ട് 1956. ഈ ഹിന്ദു സക്സഷൻ ആക്ട് 1956 ഒരു മെയിലായാലും ഫീമെയിലായാലും നമ്മുടെ മരണശേഷം നമ്മുടെ പ്രോപ്പർട്ടി ആരൊക്കെയാണ് നമ്മുടെ അവകാശികളെന്ന് വളരെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഹിന്ദു വുമണിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ഹിന്ദു ഫീമെയിലിനെ ഗവേൺ ചെയ്യുന്നത് സെക്ഷൻ 15 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെക്ഷനിലാണ്. അതിൽ തന്നെ 2 സബ്സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 15 സബ്സെക്ഷൻ 1, സെക്ഷൻ 15 സബ്സെക്ഷൻ 2. ഇതെന്താണെന്ന് അറിയോ വ്യത്യാസം? വെരി സിമ്പിൾ. അതായത് ഒരു ഹിന്ദു ഫീമെയിലിൻ്റെ മൊത്തം പ്രോപ്പർട്ടിയും അവർ കാറ്റഗറി ചെയ്തിരിക്കുന്നത് 2 ക്ലാസ് ആയിട്ടാണ്. ഒന്ന്, അവരുടെ എല്ലാ പ്രോപ്പർട്ടിയും, എല്ലാ ജനറൽ പ്രോപ്പർട്ടിയും ഇൻക്ലൂഡിങ് സെൽഫ് ഏൺഡ്, നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന പ്രോപ്പർട്ടിയും അതിൽ വന്നു. വേറൊരു പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാദറിൽ നിന്നോ അവരുടെ മദറിൽ നിന്നോ ഇൻഹെറിറ്റ് ചെയ്താവാം, ഇല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്താവാം. ഇതാണ് സെക്കൻഡ് കാറ്റഗറി. ഒന്ന് ജനറൽ പ്രോപ്പർട്ടി, അനദർ വൺ ഈസ് ബേസിക്കലി ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ജനറൽ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പറയുന്നത്. അതിൽ പറയുന്നത് ഒരു ഹിന്ദു വുമൺ ഇഫ് ഷീ ഡൈ, അതായത് ഒരു ഹിന്ദു വുമൺ മരിക്കുന്നു വിൽ എഴുതാതെ, അതിന് പറയുന്നത് ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത്. വിൽ എഴുതാതെ ഒരാൾ മരിക്കുന്ന സമയത്ത് ആദ്യം പ്രോപ്പർട്ടി പോകുന്നതിൻ്റെ കാറ്റഗറിയാണ്. ആരൊക്കെയാണ് അതിൻ്റെ ലീഗൽ ഹെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പോകുന്നത് ഹസ്ബൻഡിനും കുട്ടികൾക്കും. ഹസ്ബൻഡും കുട്ടികളും ഇല്ലെങ്കിൽ ലീഗൽ ഹെയർ ഓഫ് ദ ഹസ്ബൻഡ് എന്നാണ്. അതായത് ലീഗൽ ഹെയർ ഓഫ് ദ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ആരൊക്കെയാണ് ലീഗൽ ഹെയർ? അമ്മ, അച്ഛൻ, അവരുടെ സിബ്ലിങ്സ്, ആ ഒരു കാറ്റഗറി. അതൊരു വലിയൊരു വൈഡർ ആയിട്ടുള്ള കാറ്റഗറിയാണ്. ആ ഹസ്ബൻഡിൻ്റെ ലീഗൽ ഹെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തേർഡ് കാറ്റഗറിയിൽ നമ്മുടെ ഈ മരിച്ച ഫീമെയിലിൻ്റെ അച്ഛനും അമ്മയൊക്കെ പിക്ചറിൽ വരുന്നത്. ഓക്കെ, സോ ഓബ്വിയസ്ലി ഹസ്ബൻഡ്സിൻ്റെ ലീഗൽ ഹെയർ തന്നെ വലിയ ലോങ് ലിസ്റ്റാണ്. അതിൽ കഴിഞ്ഞൊരു തേർഡ് കാറ്റഗറി നമ്മുടെ ഈ പറയുന്ന ഹിന്ദു ഫീമെയിലിൻ്റെ അവരുടെ സ്വന്തം അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പം ലിസ്റ്റ് പിന്നെയും കുറേ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അല്ലേ. അപ്പം ഓൾമോസ്റ്റ് പ്രോപ്പർട്ടി സെൽഫ് ഏൺഡ് പ്രോപ്പർട്ടിയും അവരുടെ ജെൻഡർ പ്രോപ്പർട്ടിയും നേരെ പോകുന്നത് ഹസ്ബൻഡ്സിൻ്റെ ലീഗൽ എയറിലേക്കാണ് കുട്ടികളില്ലാത്ത സാഹചര്യത്തിൽ. ഇനി സബ്സെക്ഷൻ 2 എന്ന് പറഞ്ഞല്ലോ, സെക്ഷൻ 15 സബ്സെക്ഷൻ 2 വരുന്നത് അവരുടെ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ഇൻഹെറിറ്റ് ചെയ്യുന്ന ആരിൽ നിന്നാണ്? അച്ഛനിൽ നിന്നാവാം, അമ്മയിൽ നിന്നാവാം. അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി പോകുന്നത് ആർക്കാണെന്നറിയോ? അത് പോകുന്നത് അച്ഛൻ്റെ ലീഗൽ എയറിലാണ്. ഈവൻ അമ്മയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആയാലും പോകുന്നത് അച്ഛൻ്റെ ലീഗൽ എയറിലേക്കാണ്. ഇനി ഹസ്ബൻഡിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത എന്ത് പ്രോപ്പർട്ടി ആയാലും പിന്നെയും പോകുന്നത് ഹസ്ബൻഡിൻ്റെ ലീഗൽ എയർ. ആകെ നോർമലി ഒരു ഹിന്ദു ഫീമെയിലിൻ്റെ ഇൻഹെറിറ്റ് ചെയ്ത അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി മാത്രമേ അത് അച്ഛൻ്റെ റിലേറ്റീവിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി മുഴുവൻ പ്രോപ്പർട്ടിയും പോകുന്നത് ഹസ്ബൻഡിൻ്റെ ലീഗൽ എയർ. ഇതാണ് സെക്ഷൻ 15 എന്ന് പറയുന്ന ഹിന്ദു സക്ഷൻ ആക്ട് 1956 ഗവൺ ചെയ്യുന്നത്. സോ ദ ലോ ഈസ് വെരി ക്ലിയർ, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ കോടതിക്ക് പരിമിതികളുണ്ട് സെൻറ്റിമെൻറ്റും സിമ്പത്തിയും നോക്കാൻ, അല്ലേ? ചിലപ്പം ഈ പെൺകുട്ടി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടായിരിക്കും ഡോക്ടറോ എഞ്ചിനീയറോ ചാർട്ടേഡ് അക്കൗണ്ടോ ആയി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് സെൽഫായിട്ട് ഏൺ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കുട്ടികൾ, അതായത് കുട്ടികളില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് മുഴുവനും പോകുന്നത് ഹസ്ബൻഡിൻ്റെ ലീഗലാണ്. ഈവൻ ദോ നമ്മുടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ പാരൻസ് അവരിൽ ഡിപ്പെൻഡൻ്റ് ആകാം, അപ്പോഴും പാരൻസിനൊന്നും തന്നെ പോകുന്നില്ല. സോ ഇതാണ് ഈ പറയുന്ന ഹിന്ദു സക്സഷൻ ആക്ട് 1956 സ്കോപ്പ്. ഒരു ഹിന്ദു ഫീമെയിൽ ബില്ല് എഴുതാതെ മരിക്കുമ്പം. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ബില്ല് എഴുതാതെ മരിക്കുമ്പോഴാണ് ഇതുപോലത്തെ സാഹചര്യങ്ങൾ. സോ ദ ലോ ഈസ് അലവിങ് യു ടു റൈറ്റ് എ ബിൽ. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് ലോ സക്സഷൻ ആക്ടിൽ, ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ നിങ്ങൾക്കൊരു ബില്ല് എഴുതാം. എല്ലാ ഇന്ത്യൻ സിറ്റിസൺ എല്ലാവർക്കും തന്നെ ബില്ല് എഴുതാം. ബില്ല് എഴുതി കഴിഞ്ഞാൽ ഈ സെക്ഷൻ 15 ആപ്ലിക്കബിൾ അല്ല. സോ അതുകൊണ്ടാണ് സുപ്രീം കോടതി നേരത്തെ മുന്നിൽ പറഞ്ഞ കേസ് 12 പറയുന്നത്, പ്ലീസ് വി ഏർജ് എവറി ഹിന്ദു ഫീമെയിൽ ഷുഡ് റൈറ്റ് എ ബിൽ. അപ്പം ഈ വീഡിയോ കാണുന്ന എൻ്റെ പേഴ്സണലി ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, എല്ലാ ഹിന്ദു ഫീമെയിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങൾ കല്യാണത്തിന് മുമ്പായാലും ശരി കല്യാണത്തിന് ശേഷമായാലും ശരി ഉറപ്പായിട്ടും ഒരു മാൻഡേറ്ററി ആയിട്ട് ബില്ല് എഴുതണം.
നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പ്രോപ്പർട്ടിയും നിങ്ങളുടെ ആസ്തിയും ആരിലേക്ക് പോകണം എന്നത് നിങ്ങൾ തന്നെ എഴുതി വെച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് ലോ ഗവേൺ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു സക്ഷൻ ആക്ട് 1956 സെക്ഷൻ 15 വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഇൻഹെറിറ്റൻസ്. താങ്ക് യു സോ മച്ച്.